നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഞാൻ നമ്മുടെ ഫോർച്യൂണറിൻ്റെ പാർട്സ് സെയിൽ ചെയ്യാൻ പോകട്ടോ. അറിയാതെ നമ്മുടെ വേൾഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ പണിയെടുപ്പിച്ചൊരു വണ്ടിയാണ്. നമ്മളൊരു 10-60,000 കിലോമീറ്റർ നമ്മൾ 20ന് മുകളിൽ രാജ്യങ്ങളോട് യാത്ര ചെയ്തു. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ബിൽഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ 20 ലക്ഷം രൂപയുടെ മുകളിൽ മുടക്കിയിട്ടാണ് ഈ ബിൽഡ് ചെയ്തത്. അപ്പം ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇപ്പോൾ 2025 മെയ് ആകുമ്പോഴേക്കും ഇതിന് RC എക്സ്പയർ ആവുകയാണ്. കാരണം 2010 മോഡൽ വണ്ടിയാണ്. നമ്മൾ ആ 2010 മോഡൽ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ വേൾഡ് 10 കാര്യം, അത് നിങ്ങൾ മറന്നുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഈ വണ്ടി സ്റ്റോക്ക് മോഡലിലേക്ക് ആക്കണം. സ്റ്റോക്ക് മോഡലിലേക്ക് ആക്കിയിട്ട് വണ്ടി വീട്ടിൽ വെച്ചിട്ട് അടുത്ത വേറെ വണ്ടി എടുത്തിട്ട് വേൾഡ് ട്രിപ്പ് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് പാർട്സുകളുണ്ട്, അതൊക്കെ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായിട്ട് ഇതിൻ്റെ ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് കേരളത്ത് മഞ്ഞളാം ചെങ്ങോം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ അജിത്തിൻ്റെ കാർ ക്ലിനിക്ക് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അജിത്തിന് അറിയാലോ, നമ്മൾ ഓരൻ്റെ ഷോപ്പ് മുന്നേ കാണിച്ചിരുന്നു. അപ്പോൾ ഓൻ ഇവിടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ സർവീസും അതുപോലെ മെക്കാനിക്കൽ വരുമൊക്കെ ആയിട്ട് സംഭവമാണ് കാർ ക്ലിനിക്കിൻ്റെ. అయితే മിസ്റ്റർ അജിത് ഭായ് കിതറേ ഓഫീസ് കിതറേ ഉതറേ ഓക്കെ ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് ഇവൻ്റെ ഫ്രണ്ട് സൈഡ്. ഇത് കേരളത്തിൽ ഉള്ളോട്ടേക്കുള്ള ചെറിയ റോഡാണ്. അപ്പം അയത്ത് ഞാൻ കാണിച്ചു തരാം. അയത്ത വാടാ. ഓക്കെ, ഇത് ഇവരുടെ സർവീസ് സെൻ്റർ കേട്ടോ. വാ, നിൻ്റെ ഷോപ്പ് പരിചയപ്പെടുത്തി ആൾക്കാർ കാണട്ടെ. എന്താണ് ഇവിടെ എപ്പോൾ ഓപ്പൺ ആക്കിയപ്പോഴോ? ഫ്രണ്ടിലൊന്നുമില്ല കേട്ടോ. നമുക്ക് നിങ്ങൾ ഫ്രണ്ടിൽ ചെറിയ ഷോപ്പാണ്. പടച്ചോറാണ് ഇപ്പോഴാണ് ഞാൻ അകത്ത് കയറുന്നത്. മാഷാഅല്ലാഹ് സൂപ്പറാണ്. ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. എടാ എത്ര വണ്ടിയായിട്ട് പണിയാൻ പറ്റും ഇവിടെ? അങ്ങനൊന്നുമില്ല, ഉള്ള വരുന്ന പോലെ അങ്ങ് പണിയാ, അത്രേ ഉള്ളൂ. അടിപൊളി. എൻ്റെ വണ്ടിയുടെ പാർട്സിൻ്റെ വിൽക്കാൻ പറ്റിയ പാർട്സ് ഡീൽസ് ഒക്കെ പറയട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇവരുടെ ഷോപ്പ് ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ ഇവിടെ അവിടുത്തെ വണ്ടികൾ മൊത്തം ഇവിടുത്തെ കൊണ്ടുവന്നതാണോ അല്ല ഇവിടുത്തെ വേറെ വണ്ടികളല്ല? ഇവിടുത്തെ തന്നെ വേറെ തന്നെ. അവിടെ വേറെ സ്ഥലമല്ലേ? അവിടെ വേറെ തന്നെ ഉണ്ട്. അവിടെ വേറെ തന്നെയുള്ളൂ. അവിടെയാ മെയിൻ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ബോഡി വർക്ക് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, വാട്ടർ സർവീസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ A to Z കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. പെയിന്റിംഗ് ബൂത്തൊക്കെ നോക്കി മൊത്തം ഇതായിട്ടുണ്ട്, മൊത്തം അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ? പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല. അങ്ങനെ ചെറിയൊരു ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പം വേണം എൻ്റെ വണ്ടീൻ്റെ പാർട്സും കാണിക്കണല്ലോ, അതിൻ്റെ ഹെൽപ്പൊക്കെ വേണം. അപ്പം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ചെറിയ ഒരു 3 ഷട്ടർ ചെറിയ ഷോപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു വാട്ടർ സർവീസ് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഇവനിവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇതേ ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിൽ നിന്ന്. ഇതാണ് സംഭവം കേട്ടോ. റോഡിന് അപ്പുറത്ത് കാണിച്ചതേ, വെയിറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം ഫ്രണ്ട് നോക്കുമ്പോൾ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു 3-4 വണ്ടി വെക്കുമ്പോഴേക്കും ഇവിടെ ഫുള്ളായി. വാട്ടർ സർവീസ് ഉണ്ട്. ബാക്കിൽ പോയപ്പോഴാണ് നമ്മൾ ഇത്രയും കമനീയമായ ശേഖരം കണ്ടത്. ഓക്കെ, വാ നമുക്ക് വണ്ടി കാണിച്ചു നോക്കാമല്ലോ. എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ. ഇതിപ്പോൾ സ്റ്റോക്ക് മോഡലാക്കുന്നത് ഇവൻ തന്നെയാണ്, രജിസ്ട്രേഷൻ കൊണ്ട്. അതിനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ട് കയറ്റിയത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് എനിക്ക് സെയിൽ ചെയ്യാനുള്ളത് ഈ ടെൻ്റാണ്. ഈ ടെൻ്റ് ഉണ്ടോ? ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഞാനും എൻ്റെ ഓളും മക്കളും കിടന്നുറങ്ങിയ ഒരു ടെൻ്റാണ്. ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ടെൻറ്റിൻ്റെ കൂട്ടത്തിന് അറ്റാച്ച്ഡ് ആയിട്ട് ഈ സ്റ്റാൻഡ് വരുന്നുണ്ടോ മുകളിലത്തെ. ഇതൊക്കെ ടൈറ്റൻസിൻ്റെ കസ്റ്റം ബിൽഡ് ചെയ്ത സാധനങ്ങളാണ്. അതൊക്കെ വരുന്നുണ്ട്, സ്റ്റാൻഡ് വരുന്നുണ്ട്, പിന്നെ ഓണിങ്സ് വരുന്നുണ്ട്. ഇത് മൊത്തം ഒരു കിറ്റാണ്. കയറും നോക്കണം. ഇതൊക്കെ ഇവന്മാർ കഴിഞ്ഞ ഓപ്പൺ ആക്കിയിട്ട് ഇവന്മാർ കിട്ടിയ കയറാണ്. ഇതിന് കെട്ടാൻ വേറെ തന്നെ സാധനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടെൻറ്റും ഈ ഓണിങ്സും അതുപോലെ ഈ സ്റ്റാൻഡും ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് കൊടുക്കുന്നത്. ലൈറ്റ് ഉണ്ടാവില്ല, ഇത്രയും സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഈ വിഞ്ച് ശരിക്കും വോണിൻ്റെ VR12 എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. VR12 ഇവോ എന്ന് പറയുന്നൊരു 12,000 LBSൻ്റെ ഒരു വിഞ്ചായിട്ട്. ഓക്കെ, പിന്നെ ഇത് സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വിഞ്ച് കാണുന്നത് വയറ് ഘടിപ്പിച്ചിട്ടാണ് വിഞ്ച് വലിക്കും അല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് റിമോട്ട് കൺട്രോളാണ് വിഞ്ച് വരുന്നത്. ഓക്കെ, അപ്പം 12,000 പേരെ നമുക്കിതിന് വലിച്ചു കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് മെയിൻ 2 സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ടയറും സസ്പെൻഷനൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഈ വണ്ടി നമ്മൾ റീബിൽഡ് ചെയ്തിട്ടാണ് അതിന് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അല്ല അതെ, ടെൻറ്റ് കിടുക കേട്ടോ. ഞാനൊരു 2 ദിവസം പോയി കിടന്നു. ഞാനറിയാം കസ്റ്റമർ വണ്ടി എടുത്ത് നീ എടുപ്പ് കിടന്നല്ലേ. ഞാൻ 2 ദിവസം പോയി കിടന്നു. അടിപൊളി സാധനം, വേറെ വൈബ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കയറി കിടക്കുന്നത്, അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. സൂപ്പറാ. പിന്നെ അതുപോലെ ഈ ബമ്പറും കാര്യങ്ങളൊക്കെ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ 2 ബമ്പർ ഒരുമിച്ച് കൊടുക്കും, ഒന്നായിട്ട് കൊടുക്കില്ല. ഈ ബമ്പർ ഫുൾ സെറ്റ് കിറ്റ് കൊടുക്കും കേട്ടോ ഇതിൻ്റെ. അപ്പം ആ വിഞ്ചിന് എത്ര റേറ്റ് വെച്ചാൽ വിഞ്ച് ഞാനൊരു 1.5 ലാക്കാണ് വിഞ്ചിന് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ബമ്പർ കിറ്റ് എന്ന് പറയുന്നത് ഇത് കസ്റ്റം ബിൽഡാണ്. നിങ്ങൾക്ക് എവിടെയും വാങ്ങാനും പറ്റില്ല, എവിടെയും വാങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ വണ്ടി വെച്ചിട്ട് അളവെടുത്തിട്ട് കസ്റ്റം ബിൽഡ് സാധനമാണ്. ഇത്ര വർഷം ഓടിയിട്ടും ഒരു കുഴപ്പമില്ല. നോക്കി അത്രയും ഹൈ ക്വാളിറ്റി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ബമ്പറും അതുപോലെ ഫ്രണ്ട് ബമ്പറും, ഈ ഫ്രണ്ട് ബമ്പറും റിയർ ബമ്പർ രണ്ടും ഒരുമിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഊരിത്താൻ റെഡി കേട്ടോ. ഓക്കെ, ഊരിത്താൻ റെഡിയാണ്. ഇത്രയും കാര്യങ്ങൾ.
പിന്നെ ഇതിലുള്ള ചോട്ടാമോട്ട സാധനങ്ങൾ ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ഇതിന് സ്നോർക്കലുണ്ട്, അതുപോലെ എഞ്ചിനുള്ളിൽ നമുക്ക് 2 ബാറ്ററീസ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിൽ നമ്മൾ അഡീഷണലി കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സെയിൽ ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ എൻ്റെ മെമ്മറിക്ക് ഞാൻ അവിടെ കീപ്പ് ചെയ്യും. പിന്നെ ടെൻറ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓവർലാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ടെൻറ്റിനെ കൊണ്ട് ഉപയോഗമില്ല. അതുകൊണ്ട് മാത്രമേ സെയിൽ ചെയ്യുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പിന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ എമ്മിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഐറ്റിൻ്റെ നമ്പറോ തരാം കേട്ടോ. ഊരി എടുത്തിട്ട് സാധനം തരും, കളക്ട് ചെയ്താൽ വന്നിട്ട്. എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങൾ തന്നൊരു വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ചു, ഈ വണ്ടി എടുത്ത് യാത്ര തുടങ്ങിയപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വന്നു അല്ലേ? യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കുത്തിപ്പൊക്കി. നമ്മൾ യാത്ര കംപ്ലീറ്റ് ചെയ്തു. യാത്ര കംപ്ലീറ്റ് ചെയ്ത് ധൈര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ ഓടിക്കടാ എന്നും പറഞ്ഞ് ഒരുപാട് പേര് കുരുപടിച്ചിരുന്നു. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് നാട്ടിൽ ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചൊന്നുമില്ല, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിഷേധങ്ങൾ, ഒരുപാട് കളിയാക്കലുകളൊക്കെ വന്നിട്ടും നമ്മൾ വളരെ മാന്യമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ട്രിപ്പ് കംപ്ലീറ്റ് തിരിച്ചു വന്നില്ലേ അല്ലേ? അത് വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടാകും മെയിനായിട്ട്. ആകെ നമുക്ക് 2 തവണയാണ് ആക്സിഡൻ്റ് ആയത്. ആക്സിഡൻ്റ് ആയിട്ടും നമ്മൾ രക്ഷപ്പെട്ടത് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഇടും. അപ്പോൾ ഈ വണ്ടി എടുത്ത് എവിടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സേഫ്റ്റിയാണ്. കാരണം ഫ്രണ്ടും ബേക്കും ഒക്കെ ഈ ബമ്പേഴ്സ് ഉള്ളതുകൊണ്ട്, മെറ്റൽ ബമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലോറിയോ ബസ്സോ എന്തെങ്കിലും വന്ന് കയറ്റിയാൽ നമ്മളവിടെ സേഫ് ആവുന്നില്ലൊരു ഫീലുണ്ട്. ഇപ്പം അത് ജാഗുവാർ എടുക്കുന്നത്, ആ ജാഗുവാറിനെ പോലെ തന്നെ നമുക്ക് അതിനേക്കാളും ഫ്രണ്ട് പവർ ഇതിനാണ് വരുന്നത് ഇപ്പം, കാരണം നമ്മൾ കസ്റ്റം ബിൽഡ് ആയതുകൊണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങളും വേണ്ട ആൾക്കാർ ഐറ്റിനെ വിളിച്ചാൽ മതി. ഐറ്റ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അതിൽ വാട്ടർ ടാങ്ക് ഉണ്ട്, അത് വേണമെന്നും പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ ഒരുപാട് ഓവർലാൻഡിങ് അക്സറീസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിൽക്കില്ല. അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുക. കാരണം അതൊന്നും ഞാൻ വിറ്റ് പൈസയാക്കില്ല. അതൊക്കെ കുഞ്ഞു ഐറ്റംസ്, ഒരു 20,000 25,000 വേർത്ത് വരുന്ന കുഞ്ഞു പ്രൊഡക്റ്റുകളാണ്. പക്ഷെ അതൊരു കാരണവശാലും ഞാൻ വിൽക്കില്ല കേട്ടോ. അത് പ്രോപ്പറായിട്ട് ഓവർലാൻഡ് ചെയ്യുന്ന ആൾക്കാർ, എനിക്കറിയാം നമ്മൾ ഫോളോവേഴ്സിനൊക്കെ ഇടയിൽ പലരുണ്ടാവും, ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത, അപ്പോൾ അതിൻ്റെ അടുപ്പുണ്ട്, ഗ്യാസിൻ്റെ സാധനമുണ്ട്, കുക്കിങ്ങിൻ്റെ സാധനങ്ങളുണ്ട്, കിച്ചൺ ഐറ്റംസ് മുഴുവനുണ്ട്. ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തരും കേട്ടോ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ യാത്രകളൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾ വണ്ടികളൊക്കെ എടുത്ത് പോയി സാമ്പത്തികപരമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരും. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങളാണ് എന്നെ ഞാനാക്കിയത്. നിങ്ങൾ കാരണമാണ് എനിക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഒരിക്കലും എൻ്റെ മാത്രം കഴിവാൻ ഞാൻ പറയില്ല. ഓരോ ദിവസം എനിക്ക് നിങ്ങൾ തരുന്ന നല്ല നല്ല കമൻറ്റുകളും വീഡിയോസ് കണ്ട് നിങ്ങൾ തരുന്ന വരുമാനം കൊണ്ടൊക്കെയാണ് യാത്ര കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ടോക്കണായിട്ട് എന്താണോ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറഞ്ഞു. ഈ ടെൻറ്റും ഇതും ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് തരില്ല. കാരണം അത് ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപയുടെ മുകളിൽ മുടക്കിയുള്ള സാധനങ്ങളാണ് വിഞ്ചൊക്കെ. അപ്പോൾ അത് ഞാൻ നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് 1.5 ബഡ്ജറ്റ് കേട്ടോ. എല്ലാം വർക്കിംഗ് ആണ്. ഞാൻ വിഞ്ചിൻ്റെ റിമോട്ട് ഞാൻ കാണിച്ചതാണ്, ഞാനത് മറന്നതാണ്. ഇതാണ് വിഞ്ചിൻ്റെ റിമോട്ട് ഉണ്ടോ, വാണ്ട റിമോട്ടാണ്. ഇതാണ് സാധനം. ഇത് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സിമ്പിളി പ്രസ് ചെയ്ത് ഓണാക്കുക, ഫ്രണ്ടും ബേക്കും ചെയ്യാം കേട്ടോ. അതിൻ്റെ റോപ്പാണെങ്കിൽ മെറ്റൽ റോപ്പായിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വേറെ റോപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കണ്ടീഷനിൽ ഈ വണ്ടി ലാസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ കാണുന്നുണ്ട് അവിടെ നമ്മളെല്ലാവരും. കാരണം ഇനി ഈ പാർട്സുകൾ മുഴുവൻ ഊരാൻ പോവാണ്, സ്റ്റോക്ക് മോഡിലേക്ക് മാറാൻ പോവുകയാണ്. രജിസ്ട്രേഷനിൽ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം അല്ലേ? അയിത്ത വാടാ, അയിത്ത വാ പറ ഏതായാലും വന്നാലേ ഇതിൻ്റെ ഷോപ്പിനെ പറ്റി പറ. ഷോപ്പിൻ്റെ തന്നെ എല്ലാവരും വരിക. ഈ നാട്ടിലൊക്കെ ഉള്ള നമ്പർ എത്രയാ? നമ്പർ ഇതാ. നമ്പർ ഞാനിവിടെ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഞാനിവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല, ക്ലിയന്തറയാണ് ഫുൾ ടൈം. അന്നേരം മാനേജർമാർ അങ്ങനെ കുറേ പേരുണ്ട്. അന്നേരം ബന്ധപ്പെടുന്ന നമ്പറാണ് മോളിൽ കൊടുത്തേക്കുന്നത്. 8304870346, 8304 967 608, 9947 867 901. ഒരു 5000 രൂപ പരസ്യം ചെയ്ത് വണ്ടി എപ്പോൾ വരും? നീ എന്താണ് നമ്മൾ വണ്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് സ്റ്റോക്ക് മോഡ് ആക്കില്ലേ? വണ്ടി നമുക്ക് ഏത് മോഡ് വേണമെങ്കിലും ആക്കാം. ഈ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണോ? ഒരു കുഴപ്പമില്ല, നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ വണ്ടിയെ സത്യം പറയാൻ കൊല്ലാൻ ഒരു ഇഷ്ടം തോന്നുന്നില്ല. അതാണ്, ഇത്രയും വർക്ക് ചെയ്ത വണ്ടിയെ എന്നെ നമ്മൾ കൊല്ലുന്നതിന് തുല്യമല്ലേ ഇത്. ഈ രൂപം, അതായത് ഈ വണ്ടി പിന്നെ വേറൊരു രൂപത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളി വണ്ടിയാണ്, അത്രയും സെറ്റപ്പാണ്, അത്രയും കാര്യം. എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്ത വണ്ടി കൊണ്ടായതുകൊണ്ട് പറയുന്നത്, നല്ല അടിപൊളി വണ്ടി, നല്ല സെറ്റപ്പ്. പക്ഷേ നമ്മളെ റൂൾസ് കാര്യങ്ങളൊന്നും പറ്റാത്തത് കൊണ്ടും ഒന്നുമില്ലെങ്കിൽ സ്പെഷ്യലായിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലെങ്കിലും അല്ലേ, ഇത്രയും സ്ഥലം ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ ഒരു ഭാഗ്യം ചെയ്ത പോലെ. അതായത് ഇത്രയും സ്ഥലങ്ങൾ പോയ, നമ്മളൊന്നും സ്ഥലമൊന്നും ഇതുപോലെ കണ്ടിട്ടില്ലെങ്കിലും ഇതുപോലെ എല്ലാ സ്ഥലങ്ങളും പോയ ഒരു വണ്ടി ഓടിക്കാൻ ഭാഗ്യം കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. അതുപോലെ
ഇതിപ്പോൾ പഴയ മോഡൽ പോലെ ആക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം. നമുക്ക് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ പിന്നെ ആക്കാലോ. അയത്ത് പറഞ്ഞ സങ്കടമൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഞാൻ സങ്കടപ്പെടാറില്ല. പകരം നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. വൺസ് നമ്മൾ എല്ലാം കഴിഞ്ഞു, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പഴയ പോലെ ബാക്ക് മോഡലാക്കിയിട്ട് ട്രിപ്പ് വിടാലോ അല്ലേ. അപ്പം അതാണ് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ അയത്തിനെ കോൺടാക്ട് ചെയ്യുക, നമ്പർ ഞാൻ തരാം. പാർട്സ് കൊണ്ടുവരുവാനെ വിളിച്ചാൽ മതി, അവൻ ഡയറക്റ്റ് തരും. എന്താ വേണ്ടതിൽ ഈ മുഴുവൻ കിറ്റ് ഊരിയാവും തരും കേട്ടോ. ആ മുഴുവൻ സാധനങ്ങൾ ഊരിയാവും തരും. ഇപ്പോൾ ഊരി വെക്കുന്നുണ്ട്. പാർട്സ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. ബിഞ്ചാണെങ്കിൽ എല്ലാം ഊരി പീസാക്കിയിട്ട് നിങ്ങൾ പറയുന്ന പോലെ തരും കേട്ടോ. അപ്പോൾ അതിനെ ഇവിടുന്ന് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ സാധനങ്ങൾ ഡെലിവറി എനിക്കറിയാം. നിങ്ങൾ വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ എടാ ഇത്ത ചോദിക്കട്ടെ, ഈ ടെൻ്റ് ഏതെങ്കിലും വണ്ടിക്ക് ഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിലേ അവർ വണ്ടി എടുത്ത് വന്നാലോ നീ ഇത് അയച്ച് അതിന് ഫിറ്റാക്കി കൊടുക്കും. ഫോർച്യൂണർ തന്നെ കൊണ്ടുവന്നാൽ ഏറ്റവും ഉപകാരം. കാര്യം അതേ ഇതിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഫോർച്യൂണർ തന്നെ കൊണ്ടുവന്നാൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോർച്യൂണർ അല്ലെങ്കിലും ഇത് വേറെ വണ്ടിക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെ അതെ. ഇതിപ്പോൾ ഇവർ ബിൽഡ് ചെയ്തത് ഫോർച്യൂണറാണ്. ചെറിയൊരു കസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേറെ വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടോ, നമ്മുടെ വ്ളോഗിലെ ലാസ്റ്റ് ഫ്രെയിമാണ്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തോ. നമ്മൾ ഫോർച്യൂണറിൻ്റെ ഈ ഒരു കോലം ഇനി ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ലൈഫിലെ ലാസ്റ്റ് മൊമെൻറ്റ്. ദ ഇന്ത്യ ടു ലണ്ടൻ കംപ്ലീറ്റഡ് 62,000 kilometers, 20+ countries, 2 years. Finally we achieved our dream. അടുത്ത വീഡിയോ കാണാം.